KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ചാലക്കുടി KSRTC പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾ മറികടന്ന് KSRTC പ്രവർത്തനം ലാഭത്തിലേക്ക് കടക്കാനുള്ള നിലയിലേക്ക് മുന്നേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സർവീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടർന്നാൽ പൊതുഗതാഗത രംഗത്ത് KSRTC വീണ്ടും ശക്തമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. 4 കോടി രൂപ ചെലവിൽ 14,000 ചതുരശ്ര വിസ്തീർണമുള്ള ബഹുനില ടെർമിനൽ സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, യാത്രക്കാരുടെ താമസ സൗകര്യം, കടമുറികൾ, ക്ലോക്ക് റൂം, ക്യാൻറ്റീൻ, ഫീഡിംഗ് റൂം, ശുചിമുറികൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ ടെർമിനലിൽ ഉൾപ്പെടും. ചാലക്കുടി KSRTC ബസ് ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ചാലക്കുടി നഗരസഭ ചെയർപേഴ്സൺ ആലിഷ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, വാർഡ് കൗൺസിലർ ജോജി VJ, KSRTC EDO GP പ്രദീപ് കുമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രീയം എന്താണ് എന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന കൗൺസിലർമാരെ രാഷ്ട്രീയം നോക്കിയിട്ടോ ഞാൻ ഒന്നും ചെയ്യില്ല. അതിനുവേണ്ടി ഒരു കാലതാമസം വേറെ പാർട്ടിക്കാരെ ചവിട്ടി പിടിച്ചേക്കാം അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം ഒന്നും ചവിട്ടി പിടിക്കാൻ പാടില്ല. നമുക്ക് ദിവസങ്ങൾ ഒരു മന്ത്രി എന്ന നിലയിൽ മനുഷ്യൻ നിലയിൽ പോലും ദിവസങ്ങൾ എണ്ണി നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് കളയാൻ സമയമില്ല. ഉള്ള സമയം കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു പോളിസിയാണ് ഇത്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഈ 2 സർവീസുകൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നതായിരിക്കും. മറ്റെന്ത് ആവശ്യമുണ്ടെങ്കിൽ MLA ചോദിക്കുക, കൗൺസിലർമാർക്കും ചോദിക്കാം. അതുപോലെ ചാലക്കുടിയിലെ കോട്ടയിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഗതാഗതക്കുരുക്ക് പരിശോധിച്ച് വന്നപ്പോഴാണ് എന്നെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. ഒരു 10 പതിറ്റാണ്ട് കാലമായി ചാലക്കുടിയിലെ സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ചാലക്കുടി KSRTC ഗണേഷ് കുമാർ അവർ വേദിയിലെ വിശിഷ്ട